ഇത് ഫുള്ള് കണ്ടൽക്കാടുകളാണ്. ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, മൊത്തം കണ്ടൽക്കാടാണ്. ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് വെള്ളം ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മണ്ണ് കാണാൻ പറ്റുന്നത്. അതിനുശേഷം വേലിയേറ്റം വരും. വേലിയേറ്റം വരുമ്പോഴത്തേനും ആ വേരുകൾ നിൽക്കുന്ന ആ ഭാഗം വരെ വെള്ളം കയറി വരുന്നതാണ്, ഒരു 2 അടി പൊക്കത്തിൽ. ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ സമയമാണ്. കാണാൻ നിങ്ങൾക്ക് മൊത്തം വെള്ളം ഇറങ്ങി അവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചതുപ്പ് സ്ഥലങ്ങളാണ് കേട്ടോ. ചതുപ്പ് സ്ഥലങ്ങളിലാണ് ഈ കണ്ടൽക്കാടുകൾ ധാരാളം ഉള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. ഇവിടെ മുഴുവൻ കണ്ടൽക്കാടുകളാണ്. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് ഈ കടലിൻ്റെ അടുത്ത് ഉള്ള സ്ഥലത്ത് മുഴുവൻ കാടുകളാണ്. അപ്പോൾ ഈ വഴിയിലൂടെ ഞാനിങ്ങനെ പോവുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട വഴിയാണ് കേട്ടോ. ഇതുണ്ടോ, മൊത്തം വെള്ളം ഇറങ്ങിപ്പോയി കരയായി. മൊത്തം വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കരയായിരിക്കുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ രാവിലെ അവിടുന്ന് കണ്ടപ്പോഴത്തേനും ഇത് മൊത്തം ഇതായിരുന്നു, മുഴുവനായിട്ടും വെള്ളം കയറി കിടക്കുന്നത്. നമ്മൾ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തുരുത്തുകൾ പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് തുരുത്തല്ല, ഒറ്റ സ്ഥലമാണ്, ചതുപ്പ് സ്ഥലമാണ്. അവിടെ മുഴുവൻ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ഈ ശ്വാനകുമാരൻ കണ്ടൽക്കാടിൻ്റെ അകത്ത്, കണ്ടൽക്കാടിൻ്റെ മനോഹരമായ കാഴ്ചകൾ വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടു ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ സൈക്കിൾ ഒന്നുകൂടെ തിരിക്കണം. സൈക്കിൾ ഒന്നുകൂടെ തിരിച്ച് കാണിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിബിഡമായിട്ടുള്ള കണ്ടൽക്കാടുകൾ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടെ സൈക്കിൾ തിരിക്കുന്നത്. ഇതുണ്ട കണ്ടൽക്കാടുകൾ കണ്ട. ഓ, നിറച്ച് കാടാ കണ്ട. അപ്പോഴത്തെ ഇവിടുന്ന് 2 പേർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ കാര്യം ചോദിക്കട്ടെ. വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാശ്മീരിലോട്ടുള്ള യാത്രയില. കാശ്മീരിലോട്ട് യാത്രയാ? കേരള ടു കാശ്മീർ. അതെ. പട്ടിക്കുട്ടിയാ. ഇതിൻ്റെ പേര് കുഞ്ഞി. കുഞ്ഞി കേട്ടോ. വള്ളങ്ങൾ വന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഇനി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയല്ല. കാരണം turn left onto Old Railway Station Road. ഒരു വള്ളം പൊട്ടിപ്പോയത് കണ്ട. ഒരു വള്ളം ഫൈബർ ബോട്ടാണ്. വെള്ളത്തിൽ താന്ന് പൊട്ടി മൊത്തം റെയിൽവേ സ്റ്റേഷൻ്റെ ഇടത്ത് വശത്തൂടെ ചുറ്റിക്കറങ്ങി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം എങ്ങനെ പോകാൻ പറ്റും. ഇതാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. വലിയ പണികളെല്ലാം നടക്കുന്ന. പള്ളിയിലെ കുളത്തിൽ കിടന്ന് തകർത്ത് വാരി ചെളി മുഴുവൻ ദേഹത്ത് വാരി കൂട്ടിയിട്ട് വരുന്ന വഴിയാണ്. താഴെയാണോ വീട്? വീട് എവിടാ? അമ്പലത്തിൽ പോവാണോ? ഇതാ അല്ലേ അമ്പലം? ആ, അപ്പം നമ്മൾ ഷോട്ട് കയറി ഇവിടെ എത്തി കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വലം വെച്ചപ്പോൾ നമ്മൾ ഷോട്ട് കയറി ഇവിടെ. ഇത് മുമ്പ് ഞാൻ കണ്ടിട്ട് പോയതാണ്. ഞാൻ അന്നേരം ഇങ്ങോട്ട് കയറിയില്ല സത്യത്തിൽ.
പക്ഷേ ഇപ്പോൾ അവിടെ തന്നെ എത്തി. അതാണ് അതിൻ്റെ പ്രത്യേകത. ടൗണിലോട്ട് എത്തി. ഞങ്ങളുടെ ഇത് അമ്പലത്തിലോട്ടുള്ള എൻട്രൻസ് ആണെന്നാണ് വിചാരിച്ചത്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടോടി, ജയ് ഹിന്ദ്. മധൂരിനാണ്. ഇത് ഏറ്റവും വലിയ ഉത്സവമാണ് മധൂർ ഉത്സവം. ഇത് ശ്രീഗണേശൻ്റെ ഭജനമഠമാണ്. ഇങ്ങോട്ട് ഫുള്ള് കർണാടക മോഡലാണ് സംഭവങ്ങൾ കേട്ടോ. ഭയങ്കര അലങ്കാരങ്ങളാണ്. രാത്രി കാണുന്നത് ഇതെല്ലാം തെളിഞ്ഞു കഴിയുമ്പോൾ നല്ല രസമാണ്. ഈ നാട്ടുകാരുടെയൊക്കെ ഏരിയയിൽ കൂടി ആദ്യമായിട്ടാണ് ഒരാൾ കയറി വരുന്നത്. അതിൻ്റെ പേരിലാണ് അവരൊക്കെ മൊത്തം പോലീസ് എയ്ഡ് പോസ്റ്റാണ് കേട്ടോ. ഫുള്ള് പോലീസ് എയ്ഡ് പോസ്റ്റാണ്. അയ്യോ, തിരിച്ച് കയറ്റമൊക്കെ തള്ളണം. അതേ ഇപ്പം നമ്മൾ മധൂർക്ക് പോകുന്നത് ചേട്ടൻ ഒന്നും നോക്കാതെയാണ് ബൈക്ക് എടുക്കുന്നത്. ഈ നാട് വരുന്നുണ്ടോ മിററ് കാണാൻ വെച്ചിരിക്കുന്നു. Welcome to Mathur, to Royal Street to the Stubborn. അപ്പത്തെ മധൂർ Head south on Kasaragod Road near Royal Street. എന്നാന്നറിയില്ല. അപ്പം ശരി, നേരെ കാശ്മീർ, കോട്ടയം. ഇനിയിപ്പോൾ മധൂർ പോയിട്ട് അത്ര തന്നെയാണ്. ആഹാ, ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ നാളെ
കണ്ടോ ഒരു മണ്ഡപം ചോദിക്കുന്നു ശ്രീ നാഗാർജുന ദുർഗ ദേവ്യ സന്നിധി സ്വാഗതം സ്വാഗതം യുവതേജ വിവേകാനന്ദ നഗർ അമൃതാനന്ദമയി സ്കൂളാണ് മഠമാണ് മാതായുടെ കാസർഗോഡൻ മഠമാണ് ഈ കാണുന്നത് വലതുവശത്ത് അകത്തോട്ട് കയറി പോകണം അപ്പോൾ നമ്മൾ നേരെ പോവാണ് ആ ശരി അതെ നിങ്ങളുടെ ജില്ലയിലോട്ടെത്തി ഇത് നീട്ടിയടിച്ചതാണോ ഇവിടെ നീട്ടിയടിച്ച ചായ നാട്ടിലെ മിക്ക സ്ഥലത്തും കയ്യിൽ തിളക്കിയിട്ടില്ല അങ്ങനെ അതെ അതാ ഞാൻ ഇറങ്ങിയപ്പോഴാ പറഞ്ഞു നീട്ടിയടിച്ച ചായ കിട്ടുന്നു അപ്പോൾ അതെ നമുക്ക് നീട്ടിയടിച്ച് ഞാൻ ഇറങ്ങിയപ്പോഴേ അടിച്ച ആ സാധനമാണ് കേട്ടോ ഇത് ഫ്രഷ് ചേട്ടാ വരണ സതീഷ് ആ എന്താ പരിപാടി ആ ആ അല്ല അതല്ല അതിന് വന്നതാണോ നിങ്ങൾ വീട്ടുകാരാണോ ആ ശരി ആ ഞാനിത് കാണാൻ വേണ്ടി വന്നതാ ഇത്രയും വലിയൊരു പരിപാടി നാട്ടിൽ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ ശരിയായില്ല നാളെ വന്ന് എനിക്ക് കാണാൻ പറ്റിയല്ലോ അതുകൂടെ ഉണ്ട് അതെ 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 ആ അവളാണ് താരം ഞാൻ ആദ്യം ഓർത്ത ഒറിജിനൽ പശുവാണെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും ഫ്രണ്ടിൽ ഇരിക്കുന്ന പുല്ല് ഇല്ലാത്ത പശുവെന്ന് ഓർത്ത് അപ്പോൾ അങ്ങനെ പശുവിനെ ഒന്ന് കാണാൻ വന്നതാണ് പശുവല്ല കേട്ടോ കാളയാണ് കാള നല്ല കറക്റ്റ് ഒരു കുഞ്ഞിയുള്ള കാസർഗോഡ് കുള്ളൻ ഒരു കാള നിൽക്കുന്നുണ്ടോ ഇപ്പം നമ്മൾ മധൂറാണുള്ളത് മധൂർ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ഉത്സവമാണ് അതിൻ്റെ ഉത്സവ നാളുകളാണിപ്പോൾ അപ്പം നമ്മൾ വന്ന സമയം കറക്റ്റായിരുന്നു അപ്പം ഇവിടെ ഭയങ്കര ആഘോഷമാണ് ഒരു 10 കിലോമീറ്ററിന് കാസർഗോഡ് തൊട്ട് ഈ മധൂർ വരെയുള്ള റോഡിൽ ഇതാണ് പരുവം ഞാൻ കുറേ സമയമായി 10 കിലോമീറ്റർ ചവിട്ടി ഇവിടെ വന്നതാണ് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ രാത്രിയിൽ ഞാൻ മധൂറാണുള്ളത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് മധൂരിന് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ നമുക്കൊന്ന് കാണാം അതിനാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഇതുണ്ടോ ഫുൾ ടൈം അവിടെ ഭോജനശാലയൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ മധൂർ ടൗണിലൂടെ നടക്കുകയാണ് ഇവിടെ പല വിഭാഗക്കാർ ഇവിടെ സ്വീകരണ പരിപാടികളും അലങ്കാരപ്പണികളൊക്കെ നടത്തുന്നുണ്ട് അപ്പോഴത്തെ നമ്മളിങ്ങനെ ഈ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞിനെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇതുണ്ട് ഇവിടെ വലിയ ശിവലിംഗമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് കണ്ണിലോട്ട് ലൈറ്റ് അടിക്കത്തക്ക രീതിയിലായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയല്ല അപ്പോഴത്തെ നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോരുമ്പം ഈ മധൂർ ടൗണ് മുഴുവൻ ഒരുമാതിരി ഏറ്റുമാനൂത്സവമൊന്നും ഒന്നും അല്ല കേട്ടോ ഇവിടെ ഇപ്പം അനൗൺസ് ചെയ്യുന്നത് മലയാളം തമിഴ് ഹിന്ദി അതായത് 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് മുഴുവൻ ഉളിയത്തടുക്ക എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഉളിയത്തടുക്ക ഇതുണ്ടോ ഇവിടെ എല്ലാം ടൗണെല്ലാം അലങ്കരിച്ചിരിക്കുന്നുണ്ടോ ഇതുപോലെ ടൗൺ അലങ്കരിച്ച ഒരു ഉത്സവം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ടൗണെന്നല്ല 10 കിലോമീറ്ററിന് മൊത്തം ഇതാണ് അലങ്കാരപ്പണികൾ മാത്രമേ ഉള്ളൂ ഈ ഇലുമിനേഷൻ തന്നെ ഒരു 10 കിലോമീറ്ററുണ്ട് ಅನ್ನಪೂರ್ಣ ಭೋಜನಶಾಲೆ ಒಳಗೊಂಡ ತಿರುಗಾತಿರಕ್ಕಲಿದ್ದೀಗ ಆರಂಭಗೊಳ್ಳಲಿದೆ 1ನೇ ನಂಬರ್ ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿ ಸುಮಾರು 184 മെഗാ തിരുവാതിരക്കളി ഭയങ്കര സൂപ്പറായിട്ടുണ്ട്
ഇപ്പോൾ അവിടെ മെഗാ തിരുവാതിരക്കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. കുഞ്ഞിനെ ഒന്ന് സേഫ് ആക്കിയിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉണ്ടോ അതിൻ്റെ എൻട്രൻസ് ആണ് ഇത്. ഇതാണ് മധൂർ ക്ഷേത്രത്തിലേക്കുള്ള കവാടം. ഇതുണ്ടോ ഇവിടം വരെ ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ തന്നെ അലങ്കരിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ അങ്ങറ്റത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അടിപൊളി കാഴ്ചകളാണ്. ഇനി അകത്താണ്ട് പത്മസുബ്രഹ്മണ്യത്തിൻ്റെ നൃത്താനൃത്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഭയങ്കര പരിപാടികളാണ് കേട്ടോ. ഇത് ഈ ഏരിയയിലെ വമ്പൻ ക്ഷേത്രമാണ്. ಮಾಮಲ್ಲ ಲೇಸಿಗೆ ಬರೋದೊಬ್ಬನ ಮಾಂತ ಭಕ್ತ ಬಂಧುಲಿಗೆ ಮೋಗೇಡು ಇದು ಬನ್ನುವ ಮೋಗೇದ ಸೊಲ್ಮೇಲು. ഇവിടുത്തെ ഇലുമിനേഷൻ്റെ രീതി കണ്ടോ. ലൈറ്റൊക്കെ ചുമ്മാ വാരി വാരി എറിഞ്ഞിരിക്കുക. ഒരു മടിയില്ല. അതേ നോക്കി അങ്ങറ്റം വരെ കിടക്കുന്ന കേട്ടോ. ಆರೋಗ್ಯ ಇಲಾಖೆದ ಸೂಚನೆಯ ಪ್ರಕಾರ ಪ್ರಕೃತಿയുടെ ತಾಪಮಾನ ಏರುಪೇರು ಐಲಕ್ಕನೆ ನಮ್ಮ ಇರುವ ಪ್ರಕ್ರಿಯೆ ವಚನೆ. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യം കേട്ടോ. ഇത് കണ്ടോ സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രജിസ്റ്റേർഡ് ആണ് മധൂർ. അവർക്ക് കിട്ടിയ ട്രോഫികളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ ഇരിക്കുന്ന ട്രോഫി കണ്ടോ. സൂപ്പർ. ഇവിടെ മലയാളീസ് കുറവാണ് കേട്ടോ. കൂടുതലും കന്നഡക്കാരാണ്. അതുകൊണ്ട് നമുക്കിനി അവരോട് സംസാരിക്കുന്ന ഭാഷയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ അമ്പലം ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇനി അങ്ങോട്ട് കന്നഡ ദേശക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയില്ല. ഏതൊക്കെയാലും കാണുന്നതും സംസാര രീതിയും മുഴുവൻ സംസാരിക്കുന്ന ഭാഷയും മൊത്തം കന്നഡയാണ്. ഇതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോഴത്തേക്കും വാഴക്കുലകൾ കൊണ്ടാണ് മൊത്തം അലങ്കരിച്ചിരിക്കുന്നത്. ഇനി അറ്റം മുതൽ അങ്ങറ്റം വരെ വാഴക്കുലകൾ. 33 വർഷം കൂടിയാണ് ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കേരള പോലീസ് മാത്രമല്ല കർണാടക പോലീസും ഉണ്ട്. ഇതിപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് കേരളത്തിലാണോ അതോ കർണാടകത്തിലാണോ നിൽക്കുന്നത് എന്നുള്ളൊരു സംശയമേ ഉള്ളൂ. ರಾಜಗೋಪುರದ ಬಲಭಾಗ ಅಥವಾ ಮೈಸೂರಿ ಪರದೆಯ ಹಿಂಭಾಗದಲ್ಲಿ ಚಪ್ಪಲಿಗಳನ್ನು ಸಹಕರಿಸಬೇಕಾಗಿದೆ.